പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞക്കല്ലിൽ അപകടങ്ങൾ പതിവ് സംഭവം. മരണമുണ്ടാകാത്തതുകൊണ്ട് മാത്രമാണ് പുറംലോകം ഇത് ചർച്ച ചെയ്യാതെ പോയത്. അമിത വേഗതയാണ് എല്ലാ അപകടങ്ങൾക്കും കാരണം. ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നവദമ്പതികളും അവരുടെ അച്ഛന്മാരും കൊല്ലപ്പെടുമ്പോൾ ഈ റോഡിലെ അപകടക്കെണി കൂടുതൽ തെളിയുകയാണ്. കുമ്പഴ മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ മത്തായി, അനു നിഖിൽ, നിഖിലിൻ്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 4-നാണ് അപകടം. മലേഷ്യയിൽ ഹണിമൂണിന് പോയ അനുവിനെയും അഖിലിനെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് അപകടം. നവംബർ 30-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചായിരുന്നു അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം. വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു നിഖിൽ. അനു MSW പൂർത്തിയാക്കിയിരുന്നു. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് യാത്ര പുറപ്പെട്ടത്. അമിത വേഗത്തിൽ എത്തിയ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് വിവരം. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടിലേക്ക് എത്തുന്നതിന് 7 കിലോമീറ്റർ മാത്രം അകലെ വെച്ചായിരുന്നു അപകടം. പണം ഞങ്ങൾ തരും. ബസിന്റെ വലതുവശത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാരാണ് ഓടിയെത്തിയത്. ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. കാറിന്റെ 4 ഡോറുകളും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. അനുവിന് മാത്രമാണ് ശ്വാസം ഉണ്ടായിരുന്നത്. മറ്റു 3 പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അനുവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. റോഡിന് വീതിക്കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം നിരന്തരം അപകടം ഉണ്ടാകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ബിജു ആണ് കാർ ഓടിച്ചിരുന്നത്. അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിൻ്റെ പിതാവ് ഈപ്പൻ മത്തായിയുമായിരുന്നു കാറിൻ്റെ മുൻസീറ്റിൽ ഉണ്ടായിരുന്നത്. പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും. തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ഇവരുടെ വണ്ടിയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് സമീപത്തുള്ളവർ പറയുന്നത്. വാഹനത്തിലുള്ളവർ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ഈപ്പനും ബിജുവും തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു. രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത്. വീട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു നിഖിലും അനുവും. തെലങ്കാനയിൽ നിന്നുള്ള 19 ശബരിമല തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. അനുവും നിഖിലും കാറിന് പുറകിലായിരുന്നു. ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടി വന്നത്. കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തതെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ നാട്ടുകാർ പറയുന്നു. സംഭവസ്ഥലത്ത് അപകടം സ്ഥിരമാണെന്നും നാട്ടുകാർ പറയുന്നു. അതേസമയം ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.